ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത്രയും കാലം ഉപാസിച്ചവനോട് അല്പം ഒരു കരുണയുണ്ടെങ്കിൽ നാളെ നേരം വെളുപ്പിക്കില്ല എന്ന് ഒരു ഉറപ്പെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. പോലീസുകാര് അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമായിരിക്കും അല്ലേ? പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോലീസ് സ്റ്റേഷൻ നിന്റെ തറവാട് സ്വത്താണോ? എത്ര ദിവസമായി നമ്മൾ ഇവിടുന്ന് പോയിട്ട്? മുമ്പേ കമ്മിറ്റ് ചെയ്ത പ്രോഗ്രാംസ് അല്ലേ, അതും ചെന്നൈ മലയാളി അസോസിയേഷന്റെ പ്രോഗ്രാം. നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളതല്ലേ? അതെ. മാഡം ബാഗ് ഒരുപാട് തവണ ഞാൻ ആലോചിച്ചതാ ക്യാൻസൽ ചെയ്താലോന്ന്. അപ്പോഴാ മേനോൻ സാറിന്റെ വിളി വന്നത്. പിന്നെ എങ്ങനെ ധിക്കരിക്കാൻ പറ്റുന്നേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചില്ലേ? വാ വാ. പോകുന്ന കാര്യം പറയാൻ വിളിച്ചിട്ട് മോളെ കിട്ടിയില്ല. അവിടുന്ന് നമ്മൾ എത്ര തവണ വിളിച്ചതാ. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ശ്യാമേ. പക്ഷേ പ്രശ്നങ്ങളില്ലെങ്കിൽ ഫോൺ എടുക്കില്ലേ? ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ രാധിക ആദ്യം ആരാ വിളിക്കുന്നത്? ഫിദ മാഡത്തിനെ. എന്നിട്ട് വിളിച്ചില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത് പ്രശ്നമൊന്നും കാണില്ലാന്ന്. എന്നാലും എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് ആറ്റുവാശ്ശേരി ചെന്ന് മോളെ കണ്ടിട്ട് വന്നാലോ? പോകാം, എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ദേ ഇപ്പൊ നല്ല യാത്രാക്ഷീണമുണ്ട്, അതൊന്ന് മാറട്ടെ. എനിക്ക് അങ്ങനെ ക്ഷീണമൊന്നുമില്ല, ഒന്ന് പോയിട്ട് വരായിരുന്നു. എന്നിട്ടാണോ എയർപോർട്ട് ലോഞ്ചിൽ തളർന്നിരുന്നേ? ശ്യാമ കുറച്ചുനേരം ഒന്ന് കിടക്ക്, നന്നായിട്ട് ഉറങ്ങ്. അപ്പോഴേക്കും മോളുടെ കോള് കണക്ട് ചെയ്യാൻ ഞാൻ എന്തേലും വഴി നോക്കാം. എടുത്തി, പിന്നെ വരുണും രാധിക ഒന്നിക്കും വരെ പ്രോഗ്രാം ഒന്നും ഇനി കമ്മിറ്റ് ചെയ്യണ്ട. എനിക്ക് വെറുതെ ടെൻഷൻ എടുക്കാൻ വയ്യ. അവരൊന്നിച്ചാലും പിന്നെ പ്രോഗ്രാംസ് ഒന്നും എടുക്കണ്ട. അതെന്താ? എനിക്കെന്റെ മോളുടെ കൂടെ ഒന്ന് ജീവിക്കണ്ടേ, അവരുടെ സന്തോഷം ഒന്ന് കാണണ്ടേ. എന്ന് പറഞ്ഞ സംഗീത ലോകത്തിൽ നിന്ന് എന്നേക്കൊരു വിട പറയുവാണോ? എന്റെ ലോകം ഇനി അവള് മാത്രം എടുത്തി. പാടാവുന്നൊക്കെ ഞാൻ പാടിയില്ലേ, ഇനി അവക്ക് വേണ്ടി ജീവിച്ചാൽ മതി എനിക്ക്. ഞാനൊന്ന് ഉറങ്ങാൻ പോവാ. പിന്നെ ഞാൻ എഴുന്നേക്കുമ്പോ മോളെ വിളിച്ച് എനിക്ക് തന്നേക്കണം. ശരി ശരി. എടുത്തി, അവക്ക് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ പ്രത്യേകിച്ചൊരു ബാഗിലെടുത്ത് വെക്കണേ. അവള് വരുമ്പോ അത് കൊണ്ട് കൊടുക്കണ്ടേ? ഇതൊക്കെ എന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ അതൊക്കെ ചെയ്യില്ലേ? എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
ഇവിടെ ഒന്നും വെച്ചിട്ടില്ല എന്നറിയാം. കുറച്ച് കഞ്ഞിയാ. തിരുമേനിക്ക് സുഖമില്ലാത്തതല്ലേ, മരുന്ന് കഴിക്കണ്ടേ? ഇത് കൊടുത്തോളൂ. വേണ്ട, വാങ്ങി വെച്ചാലും ഞങ്ങൾക്ക് ഇതറിഞ്ഞില്ല. എന്താ യശോദേച്ചി പറയുന്നേ? തിരുമേനിയുടെ അവസ്ഥ നോക്കിയല്ലേ പറ്റൂ. ഇത് കൊടുക്കൂ. ഇനി എന്തിനാ കഴിച്ചിട്ട്? ജീവിച്ചിരുന്നിട്ട് ആരെ കാണാനാ? ഭക്ഷണം കഴിക്കാതെ എത്ര നേരം വെച്ചിട്ടാ? ഞാൻ 2 മക്കളെ ലാളിച്ചു വളർത്തി. 2 ആളും മരിച്ചു. മുന്നോട്ട് ജീവിതം വേണമെങ്കിൽ ഒരു പ്രതീക്ഷ വേണ്ടേ? ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങനെ ഒന്നുമില്ല. ഉണ്ടായിരുന്ന വെളിച്ചം കെട്ടു, എന്നേക്കുമായി. താനിത് അങ്ങോട്ട് വെച്ചേക്ക്. ഞങ്ങൾ ഇറങ്ങാം യശോദേച്ചി. കഞ്ഞി ഇവിടെ വെച്ചിട്ടുണ്ട്, എടുത്തു കുടിച്ചാൽ മതി. ഇറങ്ങട്ടെ തിരുമേനി? അമ്മേ, ദേവേട്ടാ, കഴിപ്പിക്കാനാണോ? ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് അറിയില്ല യശോദ. ഇത്രയും കാലം ഉപാസിച്ചവനോട് അല്പം ഒരു കരുണയുണ്ടെങ്കിൽ നാളെ നേരം വെളുപ്പിക്കില്ല എന്ന് ഒരു ഉറപ്പെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. പോലീസുകാര് അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമായിരിക്കും അല്ലേ? ആ, അവര് 2 ആളും ഒന്നിച്ചുണ്ടല്ലോ. എവിടെയായിരുന്നാലും അവർക്ക് ഉത്സവം. പക്ഷെ ദേവനാരായണനെ ഈ അവസ്ഥയിലാക്കിയ 2 ആളും ഒരു വറ്റിറങ്ങാതെ നരകിച്ചേ മരിക്കൂ. നോക്കിക്കോ. ഏട്ടത്തി, എണീറ്റ് വന്ന് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്, അല്ലെങ്കിൽ വീണു പോവും. ഇതിൽ കൂടുതൽ ഇനി എന്താ വീണു പോകാനുള്ളത്? ഇതിലപ്പുറം ചത്തുപോകലല്ലേ? അത് നടന്നോട്ടെ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? കുറച്ചും കൂടെ ധൈര്യം കാണിക്കണ്ടേ നമ്മള്? വരുൺ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ പുറത്തിറങ്ങി വരും. അമ്മ അത്രയ്ക്ക് ദൈവത്തിനെ വിളിക്കുന്നില്ലേ? ആ